പറഞ്ഞാൽ ഇന്ത്യൻ ഭരണവ്യവസ്ഥ അനുസരിച്ചൊരു നിയമനിർമ്മാണം നടത്താൻ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ നിഷേധം, ശിർക്കാണ്. ഇതാണ് മൗദൂദി സാഹിബിൻ്റെ വാദം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ ഒരു ചർച്ചകളുമായി ഇസ്ലാം പാഠശാല വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം കേൾക്കാനിടയായി. വൈറലായി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു വാചകം. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളോടൊപ്പം ഉള്ളത് സാലിഷ് ഖാണ്. സാലിഷ് ഖാൻ, ഇപ്പോൾ മുജീബ് റഹ്മാൻ അദ്ദേഹത്തിൻ്റെ പേജുകളിലും അതുപോലെ തന്നെ മീഡിയകളിലൊക്കെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം. ജമാഅത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിലും മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല. മതരാഷ്ട്രവാദം എന്ന നിലപാടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി എന്നുള്ളതാണ് ബിഡിസെസ് ഉൾപ്പെടെ പറയുന്നത്. അപ്പൊ അങ്ങനെ താങ്കൾ പറയുന്നത് പുറകോട്ട് പോയിട്ടില്ല, മുന്നോട്ടാണ് പോകുന്നത്. അതെ, അവിടെയാണ് പിന്നെ അത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് അവസരം തരാം. ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെട്ടിട്ട് 1948 ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം എന്ന ആശയം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള തരത്തിലേക്കാണ് ചർച്ചകൾ വരുന്നത്. ഇന്ന് വളരെ ഒരു എന്താ പറയുക വിരോധാഭാസം എന്നുള്ള നിലക്ക് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചില പുതിയ കാല സലഫികൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അവരുടെ ഭാഷയും അതുപോലെ തന്നെ വേഷവും ഒക്കെ വ്യത്യസ്തമായൊരു തരത്തിലുള്ള പുതിയൊരു തരം സലഫികൾ, അവരും ചെറുതായി നമ്മുടെ കേരളത്തിൽ അസ്തമിച്ചു പോയ ചില വാദങ്ങൾ പൊടി തട്ടിയെടുത്ത ഒരു സാഹചര്യം കൂടി മുൻനിർത്തിയിട്ട് വേണം നമ്മളിതിനെ വിലയിരുത്താൻ. ജമാഅത്തെ ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ സാഹിബ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി, ബഹുമാനായ മുഖ്യമന്ത്രി, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് പണ്ടെന്നല്ലേ, നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല, നമ്മളത് അറിഞ്ഞിട്ട് തന്നെയല്ല മതരാഷ്ട്രവാദം. എന്താണത് എന്ന് ചോദിക്കുമല്ലോ. അപ്പം ഇവർ ചോദിക്കുന്നു മതരാഷ്ട്രം എന്താണത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പത്രസമ്മേളനം ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മതരാഷ്ട്രവാദത്തിന് നാട്ടിലെ മുഴുവൻ മനുഷ്യരും പിന്നെ നൽകുന്ന ഒരു അർത്ഥപരികല്പന ഉണ്ട്. അതല്ലാത്തൊരു അർത്ഥപരികല്പന ഇതിന് കൊടുക്കും. നമ്മൾ ലോകത്തെല്ലാ മനുഷ്യന്മാരും മതരാഷ്ട്രവാദം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു മതം രാഷ്ട്ര നിർമ്മാണത്തിന് അതിൻ്റെ പിന്നെ അനുയായിനെ നിർബന്ധിക്കുന്നു, അത് നിലവിലെ വ്യവസ്ഥകളുമായി കലഹിക്കാനും ആ വ്യവസ്ഥയുമായി സമരസപ്പെടാതിരിക്കാനും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാനും അങ്ങനെ അവൻ്റെ മതത്തിൻ്റെ ഒരു ഭരണവ്യവസ്ഥ സംവിധാനിക്കുന്നത് വരെ അതിനോടുള്ള സമരം, ഏത് വിധത്തിലുള്ള സമരവും അവറ്റവും മുന്നോട്ട് പോകാൻ അവനെ നിർബന്ധിക്കുന്നു. ഇതിനാണ് മതരാഷ്ട്രവാദം എന്ന് സാധാരണ മനുഷ്യന്മാരെല്ലാവരും പറയുന്നത്. മൂക്കിങ്ങനെ ഇങ്ങോട്ട് വളഞ്ഞിക്കണം എല്ലാവരും പറയാറ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ മതരാഷ്ട്രവാദത്തിന് ഒരു പരികല്പന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ ബോംബ് പൊട്ടിക്കുക, മതത്തിൻ്റെ പേരിൽ ഈ എന്താ പറയുക വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, കലാപഴിച്ചുവിടുക, ഇതൊക്കെയാണ് മതരാഷ്ട്രവാദം എന്നൊക്കെ ഇവരുടേതായ രൂപത്തിൽ ആറ്റിക്കുറുക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നറിയാം. ഇതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ 1940കളിൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത് മൗദൂദി സാഹിബ് എന്ന് പറയുന്ന പിന്നെ ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ഒരു ബുദ്ധിജീവി, അദ്ദേഹം ആണ് ഈ പിന്നെ ഹാക്കിമിയത്തുള്ള എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം, പടച്ചോൻ്റെ ഭരണം എന്നുള്ളൊരു സിദ്ധാന്തം അത് കോയിൻ ചെയ്തെടുക്കുന്നത് മൗദൂദി സാഹിബാണ്. അപ്പോൾ മൗദൂദി സാഹിബ് ഇത് കോയിൻ ചെയ്തെടുക്കുമ്പോൾ 1930കളിൽ തന്നെ അദ്ദേഹം ഇത് ഇങ്ങനത്തെ ഒരു ആശയം സ്ഥാപിക്കുന്നുണ്ട്. ഈ ആശയം സ്ഥാപിച്ചിട്ട് ആ ആശയത്തെ പ്രചരിപ്പിക്കാനും പ്രസരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘത്തെ അദ്ദേഹം ഉണ്ടാക്കുന്നത് തന്നെ. അതിനെ സംബന്ധിച്ച് മൗദൂദിൻ്റെ വീക്ഷണം ആദ്യം നമ്മളൊന്ന് പഠിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ സൂചിപ്പിച്ച പോലെ പുതിയ കാലത്തെ ചില പിന്നെ സെലഫി കൂട്ടത്തിലുള്ള ചില കൾട്ടുകൾ, സെൽഫിയാണെന്ന് പറയുന്നു, എന്നിട്ട് രൂപപ്പെട്ട ചില കൾട്ടുകളുണ്ട്. അവർ ഈ മൗദൂദി സാഹിബിൻ്റെ ഹാക്കിമിയത്ത് വാദത്തെ ന്യായീകരിക്കുന്ന ഒരു തലത്തിലേക്ക് അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാം, ചില ആളുകൾ പറയാണ് ലാത്ത പോയി മനാത്ത വന്നു എന്ന് മൗദൂദി സാഹിബ് പറഞ്ഞതിൽ തെറ്റൊന്നും പറ്റിയിട്ടില്ല, ശരി തന്നെയാണ്. കാരണം പിന്നെ ജനാധിപത്യമായാലും ബ്രിട്ടീഷ് ഭരണമായാലും രണ്ടും കുഫറാണ്. അപ്പോൾ ലാത്ത പോയി മനാത്ത വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ബ്രിട്ടീഷുകാർ പോയിട്ട് ഇന്ദിരാഗാന്ധി വന്നുകൊണ്ടോ നെഹ്റു വന്നുകൊണ്ടോ ഒന്നും എന്തില്ല, മാറ്റമൊന്നും സംഭവിക്കണില്ല. ഇവിടെ അനിസ്ലാമിക വ്യവസ്ഥ നിലനിൽക്കുക തന്നെയാണ്. ഇതാണിപ്പോൾ അവർ പറഞ്ഞ് കൊണ്ടിരിക്കുന്നത്. മൗദൂദി പറഞ്ഞ ഈ അതേ പോയിന്റ് തന്നെ എടുത്തിട്ട് എന്താ പറയുക, കോട്ടൺ എടുത്തിട്ടാണ് ന്യായീകരിക്കുന്നത്. കുഫർ എന്നുള്ള രൂപത്തിൽ കുഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വ്യവസ്ഥനെയും നമ്മൾ ഒരു താത്വികമായ അവലോകനം ചെയ്യുമ്പോൾ, ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ അവലോകനം ചെയ്യുമ്പോൾ കുഫറാകാം. ഇനി കുഫറാണെങ്കിൽ തന്നെ ആ കുഫറിനോട് എന്ത് സമീപനം സ്വീകരിക്കും? ഇപ്പോൾ അബൂ ത്വാലിബ് കുഫറിൻ്റെ ഒരാളാണ്, അബൂജഹലും കുഫറിൻ്റെ ആളാണ്, രണ്ടും കാഫറാണ്. പക്ഷേ അബൂ ത്വാലിബിനോട് പിന്നെ പിന്നെ അവിടുത്തെ മുസ്ലിം സമൂഹം സ്വീകരിച്ച നിലപാടെന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായ സമീപനമാണ്. അദ്ദേഹം മുസ്ലിമല്ല, ഇസ്ലാം എന്താ പറയുക കുഫറിൽ നിലകൊള്ളുന്ന ആളാണ്, കാഫറാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ തണലിലും സേവനത്തിലാണ് മുസ്ലിം സൊസൈറ്റി ജീവിച്ചു പോകുന്നത്. അദ്ദേഹം മരിച്ച വർഷം മുസ്ലിം സൊസൈറ്റിക്ക് ദുഃഖവർഷമായിരുന്നു. അതേസമയം അബൂ ജഹൽ എന്ന് പറഞ്ഞ മറ്റൊരു ഇസ്ലാമിക വിരോധിയായ കാഫർ അവിടെ ഉണ്ട്, അവിശ്വാസി അവിടെ ഉണ്ട്, സത്യനിഷേധി അവിടെ ഉണ്ട്. അയാളോടുള്ള സമീപനം എന്തായിരുന്നു? അയാൾ അങ്ങോട്ട് തികച്ച അക്രമപരമായിരുന്നു. അതുകൊണ്ട് അയാളോടും പ്രതിരോധത്തിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും സമീപനമാണ് മുസ്ലിം സൊസൈറ്റി സ്വീകരിച്ചത്. അപ്പോൾ കുഫർ എന്നതുകൊണ്ട് അതിനോടുള്ള സമീപനം എല്ലാത്തിനോടും ഒരുപോലെ ആവണില്ല. അത് പിന്നെ മതേതരത്വം എന്ന് പറയുന്നത് അബൂ ത്വാലിബാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ അബൂ ത്വാലിബാണ്. ഞാൻ അതിനെന്ത് കുഫർ പറഞ്ഞിട്ടും കാര്യമില്ല. മുസ്ലിം സൊസൈറ്റിക്ക് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും മികച്ച സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന വ്യവസ്ഥയാണ് മതേതര ജനാധിപത്യം എന്നുള്ളത്. അതിനെ അങ്ങേയറ്റം പ്രൊട്ടക്റ്റ് ചെയ്യുകയും പോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. അപ്പോൾ ചോദിക്കും, അപ്പോൾ ഇസ്ലാമിക ഭരണം പോലെ തന്നെ പിന്നെ പ്യൂരിറ്റി ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഒരു മുസ്ലിം പറയാം? കാരണം ഇസ്ലാമിലെ പല ഹറാമുകളും ഇവിടെ ജനങ്ങൾക്ക് പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അവിടെ അല്ല പ്രശ്നം. മറിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സൊസൈറ്റി ന്യൂനപക്ഷമായി ജീവിക്കുമ്പോൾ അവർക്ക് ഏറ്റവും പ്രൊട്ടക്ഷൻ നൽകുന്ന ഭരണവ്യവസ്ഥ ഏതാണ്? അത് മതേതര ജനാധിപത്യമാണ്. അപ്പോൾ അതിനെ അബൂ ത്വാലിബിനെ കാണുന്ന പോലെ നമ്മൾ കാണണം ആ വ്യവസ്ഥനെ. നേരെ മറിച്ച് ഫാഷിസോ അബൂജഹലിനെ കാണുന്ന പോലെ കാണേണ്ടി വരും ഫാഷിസത്തിനെ. കാരണം രണ്ടിൻ്റെയും മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടുള്ള സമീപനത്തിൽ വ്യത്യാസമുണ്ട്. അതനുസരിച്ച് തിരിച്ചുള്ള സമീപനത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറയുന്നത് വിഷയം അതല്ല. മൗദൂദി സാഹിബിൻ്റെ ഈ തത്വം ഉണ്ടാകുന്നതിന് ഒരു ബേസ് ഉണ്ട്. ആ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തം ഇതുണ്ടാകുന്നതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗദൂദിയുടെ വീക്ഷണ പ്രകാരം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഖലീഫത്തുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിലെ അള്ളാഹുടെ പ്രതിനിധിയാണ്. ഭൂമിയിൽ പടച്ചവൻ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി ചെയ്യാൻ അള്ളാഹ് പ്രതിനിധിയാക്കി അയച്ചാണ് ആരെ? മനുഷ്യനെ, ഖലീഫ എന്നാണ് ആ പദം. ആ പ്രതിനിധിക്ക് എന്ത് ഡ്യൂട്ടിയാണ് ചെയ്യാനുള്ളത്? ആ പ്രതിനിധിക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ദൈവിക ഭരണം ഉണ്ടാക്കുക, ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുക. ഇതാണ് മൗദൂദിൻ്റെ വീക്ഷണം. ഇതൊന്നും പുതിയ ആഖികൾക്ക് അറിയണമെന്നില്ല. അവർ ഇത്രത്തോളം ഡെപ്തിൽ മൗദൂദിൽ ഹാക്കിമിയത്തിനെ പറ്റി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒന്നറിയാതെ പുലമ്പുന്നതാണോ ജനാധിപത്യം കുഫർ എന്ന് പറയുന്ന ഒരൊറ്റ കേന്ദ്ര ബിന്ദുവിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് മൗദൂദിനെ മനസ്സിലാക്കിയവരാണോ? മൗദൂദിക്ക് ജനാധിപത്യം കുഫർ എന്ന് പറയുന്നത് ഈ പിന്നെ ഇസ്ലാമിക ഭരണത്തിലെ പല ഹറാമുകളും, ഇവിടെ ഇപ്പോൾ വ്യഭിചാരം, ഇസ്ലാമിക സൊസൈറ്റിയിൽ വ്യഭിചാരം എന്ത് പാടില്ല, ഹദ് ചെയ്യപ്പെടുന്ന ശിക്ഷിക്കപ്പെടുന്ന പാപമാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, മതേതര ജനാധിപത്യത്തിൽ അങ്ങനെയല്ല, അത് വ്യക്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്ലാഷുകൾ കാരണം മൗദൂദി ഈ ക്ലാഷിൽ ഒരെണ്ണം കുഫറും ഒരെണ്ണം ഈമാനും എന്ന് പറഞ്ഞതല്ല. മറിച്ച് മൗദൂദിൻ്റെ പ്രശ്നം ഇതാണ്: ഭൂമിയിലേക്ക് മനുഷ്യനെ പടച്ചവൻ സൃഷ്ടിച്ചയച്ചത് എന്തിനാണ്? അള്ളാഹിൻ്റെ ഒരു ഖിലാഫത്ത് കൊടുത്തിട്ടാണ്, പടച്ചവൻ്റെ ഒരു ഖലീഫയായിട്ട് നിശ്ചയിച്ചിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. അവൻ എന്ത് പ്രാതിനിധ്യം കൊടുത്തിട്ട് എന്താണ് അവർക്ക് ചെയ്യാനുള്ളത്? ഭൂമിയിൽ ഒരു ഹുക്കൂമത്തയിലായി സ്ഥാപിക്കുക. അവൻ ഏത് രാജ്യത്ത് ഏത് അതിരിൻ്റെ ഉള്ളിൽ നിൽക്കണോ അവിടെ അവൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഭരണ വ്യവസ്ഥയെ തകിടം മറിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഭരണം ഉണ്ടാക്കുക. ഇതാണ് മൗദൂദി പറഞ്ഞു വെക്കുന്നത്. ഇത് പറഞ്ഞു വെക്കുന്നത് എന്ന് മാത്രമല്ല, ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇവിടെ അവിടുത്തെ ഭരണ സംവിധാനത്തിനോട് എന്ത് സമീപനം സ്വീകരിക്കണം. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ രൂപപ്പെട്ടു വന്നു. ആ രൂപപ്പെട്ടു വന്നപ്പോൾ മൗദൂദി സാഹിബ് എന്താണ് പറഞ്ഞത്? ഇന്ത്യനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞത്? നമുക്ക് മൗദൂദി സാഹിബ് എഴുതിയതെങ്കിലും അംഗീകരിക്കണമല്ലോ. മൗദൂദി പറഞ്ഞതും ഇതാക്കിയതും നമ്മൾ അംഗീകരിക്കണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വീക്ഷണപ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക സാമൂഹിക ഘടന മാറ്റിമറിച്ച് അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടി ഇസ്ലാം അണിനിരത്തുന്ന അന്താരാഷ്ട്ര വിപ്ലവ സംഘടന, ബ്രാക്കറ്റിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതുന്നു, അദ്ദേഹം തന്നെ എഴുതാണ്, ഇൻ്റർനാഷണൽ റവല്യൂഷണറി പാർട്ടിയുടെ പേരാണ് മുസ്ലിങ്ങൾ എന്നത്. തഫ്ഹീമാത്തിൻ്റെ ഭാഗം 1.
പിന്നെ ജിഹാദ് ഫീ സബീലില്ല എന്ന് പറയുന്ന ലേഖനത്തിൽ അദ്ദേഹം എഴുതാണ്. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഡ്യൂട്ടി എന്താ, ലോക സാമൂഹിക ഘടന മാറ്റിമറിച്ച് അള്ളാഹിൻ്റെ നിയമവ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇന്റർനാഷണൽ റവല്യൂഷണറി പാർട്ടിയാണ് മുസ്ലിം. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം. ഇത് രാഷ്ട്രവാദമല്ല, ഇതിനെ ഭരണി രാഷ്ട്രവാദം എന്ന് വിളിക്കാൻ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ടി വരും. ലോകത്തെല്ലാവരും ഇതിനാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. അതായത് പടച്ചവൻ കുറച്ച് ആൾക്കാരെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ലോകം മുഴുവനുള്ള നിയമവ്യവസ്ഥകൾ തകിടം മറിച്ചിട്ട് അതിനെ മാറ്റിമറിച്ച് അള്ളാഹിൻ്റെ ഹുക്കൂമത്തിലായി സ്ഥാപിക്കണം, ദൈവിക ഭരണം സ്ഥാപിക്കണം. അതിനുവേണ്ടി അയച്ച ഇന്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി, ഇതാണ് മുസ്ലിം എന്ന് പറയുമ്പോൾ ഇതിനെ മതരാഷ്ട്രവാദം എന്നല്ലാണ്ട് വേറെന്താ വിളിക്കുക? കിങ്ങിണി എന്ന് വിളിക്കരുതെന്നാൽ എന്തെങ്കിലും ഒരു പേര് വിളിക്കണ്ടേ? ഞാൻ പറഞ്ഞത് ഇതിനാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ എഴുതപ്പെട്ട ഇത്തരത്തിലുള്ള കൃതികൾക്ക് മലയാളത്തിലുള്ളതാണല്ലോ. ഇത് തഫീമാത്ത് ഉറുദാണ്, അദ്ദേഹത്തിന്റെ ഉറുദു ലേഖനം. ഇത് മലയാളത്തിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ അറിയില്ല. അതിന്റെ ചില ലേഖന ഭാഗങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇന്നും സെർച്ച് ചെയ്താൽ കിട്ടും, അതല്ല ഇംഗ്ലീഷിൽ കിട്ടും. ഇനി മുജീബുർ റഹ്മാൻ ഇപ്പൊ ഭരണം ഏറ്റെടുത്തല്ലോ ജമാഅത്ത് ഇസ്ലാമിനെ, അതോടുകൂടി ഇനി മൗദൂദിനെ തള്ളിയോ? അങ്ങനെ ഉണ്ടോ? അല്ല, മൗദൂദി മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അതായത് എന്തെങ്കിലും ഒന്ന് പറയണ്ട. ഒന്നില്ല മൗദൂദി പറഞ്ഞ മതരാഷ്ട്രവാദമാണ്, പക്ഷെ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ തള്ളി തിരുത്തി ഇപ്പം അദ്ദേഹത്തിന്റെ ആദർശമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറയണ്ടേ? അത് പറയുന്നില്ല. മൗദൂദിയും മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല, ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല. മൗദൂദി പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത്. ലോക ഭരണ വ്യവസ്ഥനെ തകിടം മറിച്ചിട്ട് അള്ളാഹിൻ്റെ നിയമവ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടി അള്ള രൂപം കൊടുത്ത, അള്ളങ്ങടെ ഇറക്കിയ, അതിന് വേണ്ടി മാത്രം ഇറക്കിയ ഇന്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി, അതിന് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇതാണ് ഇതിനാണ് ബാധിക്കുന്നത്. ഇനി മാത്രമല്ല, ഇവര് ഈ ഹുക്കൂമത്തിലായി ദൈവിക ഭരണകൂടം സ്ഥാപിക്കലാണ് ജമാഅത്ത് ഇസ്ലാമി. അതിന് വേണ്ടിയിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി എന്നറിയണമെങ്കിൽ 30 വർഷം പിന്നിട്ട് ജമാഅത്ത് ഇസ്ലാമി എന്നിട്ട് ഒരു മുഖപ്രസംഗം ഉണ്ടായിരുന്നു. 1972 ജൂലൈയിൽ ഇറങ്ങിയൊരു മാഗസിനാണ്. അതിൻ്റെ മുഖപ്രസംഗത്തിൽ കാണാം, ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണത്തിന് അടിത്തറ പാകുമ്പോൾ അത് പ്രാധാന്യപൂർവ്വം പരിഗണിച്ചിരുന്ന കാര്യങ്ങളിൽ പ്രസ്താവ്യമായവ ഇവയായിരുന്നു. അതായത് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കുന്ന സമയത്ത് അത് പരിഗണിച്ച ആശയാദർശങ്ങൾ ഇതായിരുന്നു: ജമാഅത്തിൻ്റെ ലക്ഷ്യമായ ഹുക്കൂമത്തെ ഇലാഹിയിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ ഓരോ അംഗവും ജമാഅത്തിൽ നിലനിർപ്പിക്കുക. അപ്പോൾ ജമാഅത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഹുക്കൂമത്തിലായി ദൈവിക ഭരണകൂടം സ്ഥാപിക്കലായിരുന്നു. ആ ദൈവിക ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ നെയ്യത്തോടുകൂടി വേണം ജമാഅത്ത് ഇസ്ലാമിയിൽ എന്തെടുക്കാൻ, മെമ്പർഷിപ്പ് എടുക്കാൻ. ഇത് മാത്രമല്ല, 1955 പ്രബോധന രീതി, ഈ 1955 1972 എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം ഇന്ത്യ എന്താണ്, അതിൻ്റെ ഭരണം എന്താണ്, മതേതരത്വം എന്താണ്, ജനാധിപത്യം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ്, ഘടന എന്താണെന്നൊക്കെ മഅറൂഫായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായ ഒരു കാലമാണ്. പ്രസിദ്ധമായ എല്ലാവർക്കും തിരിഞ്ഞ കാലഘട്ടത്തിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. 55 എഴുതിയത്, 51 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. 55 എഴുതാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനയും കാര്യങ്ങളും ഒക്കെ എന്താണ് അതിൻ്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം 55 എഴുതിയത് ഇസ്ലാമിക ഭരണവ്യവസ്ഥ ഹുക്കൂമത്തെ ഇലാഹി കൂടാതെ സത്യദീനിന് വിജയം സാധ്യമല്ല എന്നാണ്. ദൈവിക ഭരണം സ്ഥാപിച്ചില്ലെങ്കിൽ, പടച്ചോൻ്റെ ഒരു ഭരണം ഇവിടെ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തല്ല, ഇവിടെ ജീവിക്കാൻ തന്നെ പറ്റൂല. സത്യദീനിന് ഇവിടെ നിലനിൽക്കണമെങ്കിൽ തന്നെ ഇതേ പറ്റൂ എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയാണ്. ഇനി മാത്രമല്ല, ഇനി ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്ന് പറഞ്ഞിട്ട് 1979 കോപ്പി ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാനൊരു ഉദ്ധരണി വായിക്കാം. ഈ ഉദ്ധരണി വായിച്ചിട്ട് ഇതിനെ മതരാഷ്ട്രം എന്ന് വിളിക്കണോ അല്ലെങ്കിൽ കിങ്ങിണി എന്ന് വിളിച്ചാൽ മതിയോ എന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇതാണ് മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു. മൗദൂദി സാഹിബ് എഴുതാണ്: ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധാണ്. അതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നല്ല പറഞ്ഞത്, നമ്മൾ അംഗീകരിക്കുന്നു. ജനാധിപത്യത്തിൽ ഇസ്ലാമിനോട് യോജിക്കാത്ത വശങ്ങളിൽ ഉണ്ട്. ഇവിടെ സ്വർഗാനുരാഗം ഹ്യൂമൻ റൈറ്റ്സ് ആണ്, ഇവിടെ വ്യഭിചാരം ഹ്യൂമൻ റൈറ്റ്സ് ആണ്, മദ്യപാനം ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അതൊക്കെ അത് ഹ്യൂമൻ റൈറ്റ്സ് ആയതുകൊണ്ട് മതം ഹറാമാണ്, മതത്തിന് നിഷിദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ മതം മാറ്റി വെച്ചോ, എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ, അതുകൊണ്ട് നമ്മളൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് സ്വീകരിക്കുക എന്ന് മുസ്ലിങ്ങൾക്കും പാടില്ല, മുസ്ലിങ്ങൾക്കും പാടില്ല. ഇവിടെ ഹിന്ദുക്കൾക്കും സ്വർഗാനുരാഗം പാപാണല്ലോ, ക്രിസ്ത്യാനികൾക്കും പാപാണല്ലോ. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്, വ്യക്തിയുടെ ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ പാപല്ല എന്ന് മാറ്റി പറയുന്നില്ലല്ലോ. ചർച്ചയിൽ നാളെ മുതൽ നമുക്ക് ഇതിനി സ്വർഗാനുരാഗം പാപല്ല എന്ന് പറയണം. ഭരണഘടന അനുസരിച്ചിട്ട് മൗലികാവകാശം ഈ പുതിയ കാലത്ത് വ്യാഖ്യാനിച്ചപ്പോൾ അതൊക്കെ വ്യക്തിൻ്റെ അവകാശത്തിൽ പെട്ടതായി. അപ്പോൾ ഇനി നമ്മൾ ബൈബിളിൽ നിന്ന് അത് മാറ്റണം
അതുപോലെ തന്നെ പിന്നെ രാമായണത്തിൽ നിന്നും അവരുടെ ഐതിഹ്യത്തിൽ നിന്നും വേദഗ്രന്ഥങ്ങളിൽ നിന്നും ഉപനിഷത്തിൽ നിന്നൊക്കെ ഇതൊക്കെ മാറ്റണമെന്ന് അവരും പറയുന്നില്ല. അപ്പോൾ വിശ്വാസികളെല്ലാം പറയുന്നു ഇവിടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് പാപമാണ്, ഇത് ഹ്യൂമൻ റൈറ്റ്സ് ആണെങ്കിൽ ഈ ഹറാമുകളൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് ആണെങ്കിലും നമ്മൾ അത് ഹറാമെന്ന് പറയും, പൊതുജനത്തിനെ അങ്ങനെ ബോധവൽക്കരിക്കും, അതിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾ പരിശ്രമിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യം നമുക്ക് നൽകുന്നുണ്ട്. അതെ, ചെയ്യാനും സ്വാതന്ത്ര്യം. നമുക്ക് ഈ സ്വർഗാനുരാഗം പാപമാണ് എന്ന് നമുക്ക് സ്വാതന്ത്ര്യം ആ സ്പേസ് ഉപയോഗിച്ചാൽ മതി. അതാണ് പറഞ്ഞത്. ഈ ഇതിന്റെ ഒരു ദുർബലത കെടുക്കുന്നത് മതവുമായിട്ട് വ്യത്യസ്തപ്പെട്ട് ദുർബലത കെടുക്കുന്ന ഭാഗത്ത് പോലും മതത്തിന്റെ ആളുകൾക്ക് അവരുടെ സത്യം പൊതുജനത്തെ ബോധവൽക്കരിച്ച് അവരുടെ ആശയത്തിൽ കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ മതേതരത്വം നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനായിട്ട് ഒരു ക്ലാഷിന്റെ ആവശ്യതയില്ല. അത് ഞാൻ പറഞ്ഞത്, ഒരു മുസ്ലിമിന് ജീവിത സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, പ്രബോധന സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം ഒക്കെ ഒരു ബഹുസ്വര സമൂഹത്തിലെ ന്യൂനപക്ഷമായിരിക്കെ അവനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വ്യവസ്ഥൻ്റെ തണൽ കൊണ്ടാണ്. അതിനെ തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് വേണം പിന്നെ ഫാഷിസത്തിന് ഇവിടേക്ക് കടന്നു വരാൻ. അതാണ് ഇപ്പോൾ ഇവരെ ഇതാണ്. അപ്പോൾ മൗദൂദി സാഹിബ് പറയാണ്, ഈ മതേതരത്വം നിങ്ങൾ ഈമാനിന് ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ്. നിങ്ങളതിൻ്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചേറിയലായിരിക്കും. നിങ്ങളതിൻ്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കണം, നമ്മൾ ജനാധിപത്യത്തിൻ്റെ സ്ഥാപനങ്ങളിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും, റസൂലുള്ളാഹിനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കുന്ന. നിങ്ങളതിൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങൾ മുസ്ലിങ്ങളെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ അതിൻ്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ്. അതിൻ്റെ മൗലിക തത്വങ്ങളും ഇതിൻ്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനത്തിലാണ്. അതിൻ്റെ ഓരോ ഘടകവും ഇതിൻ്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധത്തിലാണ്. പ്രസ്തുത വ്യവസ്ഥിതിയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല. ആ വ്യവസ്ഥിതി അധികാരം വാഴുന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖയായിരിക്കും. ഇതാണ് മൗദൂദി ആധുനിക മതേതര ജനാധിപത്യത്തിനെ പറ്റിയിട്ട് മൗദൂദി എഴുതിയത്. 1979 വീണ്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ ഈ പുസ്തകം ഇറക്കി. ഇപ്പോൾ അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നെ സന്ദേശം എന്ന പേര് മാറ്റി മതേതരത്വം ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്നിട്ട് പേര് മാറ്റിയിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം എന്നിട്ട് ഇപ്പോൾ ഇറക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പോൾ ഈ പുസ്തകം കിട്ടുക മതേതരത്വം ജനാധിപത്യം ഒരു താത്വിക വിശകലനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊരു പേരിലാണ് അന്ന് ഇറക്കിയിരുന്നത് ജമാഅത്ത് ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാണ് ജമാഅത്ത് ഇസ്ലാം. സ്വാഭാവികമായിട്ടും ഈ വീക്ഷണപ്പ് മൗദൂദിനെ ഒരു ബുദ്ധിജീവിയായിട്ടും ഒരു പണ്ഡിതനായിട്ടും കാണുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു അദ്ദേഹത്തിന് ഒരു സാധാരണ ഓരോരുത്തരോടും ഇഷ്ടം ഉണ്ടാവുമല്ലോ ഓരോ പണ്ഡിതന്മാരോട്. അത് അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ഇത് സ്വീകരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനാധിപത്യത്തിൽ നിൽക്കാൻ തന്നെ എന്തൊക്കെ ഒരു വിഷം വെച്ച് നിൽക്കണ പോലെ അല്ലേ ആണ്. അതിന്റെ ബാക്കിയാണ് ഇപ്പൊ നമ്മൾ അഹിമാർക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ കാലത്തെ ഈ പറഞ്ഞ സെൽഫി കുപ്പായിട്ട് ജമാഅത്താരിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അതാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം ഇത് ഒരു ഷിർക്കാണ്, കുഫറാണ്, ഷിർക്കാണ്. അപ്പോൾ ഈ വ്യവസ്ഥയെ നമ്മൾ അനുസരിച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഷിർക്ക് ചെയ്യുന്നവരാകും, അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നവരാകും. ഈ വീക്ഷണം അവതരിപ്പിച്ചത് ഞാൻ ഒരു ഇതും കൂടെ വായിച്ചില്ല. ഒന്ന് മൗദൂദിൻ്റെ റസാഇൽ വ മസാഇൽ എന്ന് പറയുന്ന ഉറുദു ഗ്രന്ഥമാണ്. അതിൻ്റെ ഭാഗം 1 പേജ് 315 മുതൽ 353 വരെ നമ്മൾ വായിച്ചാൽ അവിടെ മൗദൂദി സാഹിബ് എഴുതാണ്. അതിനാൽ ഞങ്ങൾ പറയുന്നു, ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഏതെല്ലാം പാർലമെൻറ്റുകളും അസംബ്ലികളും ഇന്ന് നിലവിലുണ്ടോ അവയിൽ അംഗമാകുന്നത് ഹറാമാണ്. അവർക്ക് വോട്ട് ചെയ്യലും ഹറാമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? അത് നയപരമാണ്. ഞങ്ങൾ നയപരമാണ് എന്നൊക്കെ ഇപ്പോൾ ഒപ്പിക്കും. എന്നുവെച്ചാൽ ഈ സ്വർഗാനുരാഗം അംഗീകരിക്കുന്ന വ്യഭിചാരത്തെ ഹ്യൂമൻ റൈറ്റ്സ് ആയി കാണുന്ന ഒരു നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെടാനുള്ള ഞങ്ങളുടെ മടി കൊണ്ടാണ് എന്നൊക്കെ ഇപ്പോൾ ഒപ്പിക്കാറുണ്ട്. ഞാനെന്താ ആലോചിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ മനസ്സിലുള്ള ആളുകൾക്ക് ഈ പ്രത്യേകിച്ച് മെയിൻ സ്ട്രീമിൽ ഇരുന്നിട്ട് ജനാധിപത്യത്തിനെ എങ്ങനെയാണ് അവർക്കത് പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ചും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ മറ്റേ ദാവൂദ് സാഹിബൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അദ്ദേഹമൊക്കെ ഇത് ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇത് ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ടല്ലോ. എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു? രണ്ട് ടൈപ്പ് മൈൻഡല്ലേ വരുന്നത്. എന്താണ് ഇപ്പോൾ അതിൻ്റെ വെച്ചാൽ ഒരു കാപട്യം തന്നെ ആയിരിക്കും അതിലുണ്ടാവിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ തത്വം ഈ കാലത്ത് പറയാൻ പറ്റില്ല, പ്രാക്ടിക്കൽ ലൈഫ് വേറെ ആക്കണം നല്ലത് എന്ന് തോന്നിയിട്ടുണ്ടാവും. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ വോട്ട് ചെയ്യലും പിന്നെ അതുപോലെ തന്നെ അംഗാവലും ഒക്കെ എന്താണ് ഹറാമാണ്. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അവിടാണ് പ്രശ്നം. എന്തുകൊണ്ടെന്നാൽ വോട്ട് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം തന്നെ
തൗഹീദിൻ്റെ പൂർണ്ണ നിഷേധമായ നിയമനിർമ്മാണം നിലവിലുള്ള ഭരണഘടനയ്ക്കനുസൃതമായി നിർവഹിക്കാൻ ഒരാളെ നാം തന്നെ തിരഞ്ഞെടുക്കുക എന്നതാണ്. തൗഹീദിൻ്റെ പൂർണ്ണ നിഷേധമായ നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണവ്യവസ്ഥ അനുസരിച്ചൊരു നിയമനിർമ്മാണം നടത്താൻ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ നിഷേധം, ശിർക്കാണ്. ഇതാണ് മൗദൂദി സാഹിബിൻ്റെ വാദം. ഞാൻ ചോദിക്കുന്നത് ഇതിനെല്ലാം മതരാഷ്ട്രവാദം എന്ന് വിളിക്കേണ്ടത് അല്ല? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയെന്ന് വിളിക്കണോ ഇതിനെ? അത് ഞാൻ ചോദിക്കുന്നത്. മൊത്തത്തിൽ ഇവര് ആളുകളെങ്ങനെ ഞങ്ങളിതൊന്നും പറഞ്ഞതല്ല, നിങ്ങൾ വെറുതെ നുണ പറയണതാണ്, കെട്ടിച്ച എന്ന് വരുത്താൻ ഇനി പുതിയ ജെൻസി ടീമിനെ ഫോക്കസ് അങ്ങനെ ഉണ്ടാവേ. ഇതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാദങ്ങളൊക്കെ ശരിയാണ്. ഇപ്പോൾ സീതാവൂദ് ഔട്ട് ഓഫ് ഫോക്കസിൽ മീഡിയ വണ്ണിൽ ഇരുന്നിട്ട് ഈ മതനിരപേക്ഷ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനൊക്കെ വളരെയധികം സംസാരിക്കുന്ന ഒരാളാണ്. തികഞ്ഞ മൗദൂദിയനാണ് അദ്ദേഹം. മൗദൂദി സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രബോധനത്തിൽ അദ്ദേഹം മുമ്പ് എഴുതിയിരുന്ന ഒരു വാദമുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ ആ വാദത്താണ് ആമുഖമായിട്ട് ഖണ്ഡിച്ചിട്ട് ഞാൻ എഴുതിയത്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ മൂപ്പര് എഴുതിയ വാദത്തിന് അതിൽ മൂപ്പര് പറഞ്ഞത് മൗദൂദിയുടെ ആശയം അമരമാണ്, നിത്യസത്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളിലുണ്ട്. അങ്ങനത്തെ എന്തോ വീടാണ് ഉപയോഗിക്കുന്നത്. അമരാണ്, നിത്യസത്യമാണ്. മൗദൂദിയെ മരിച്ചിട്ടുള്ളൂ, മൗദൂദിയുടെ ആശയം മരിച്ചിട്ടില്ല. കാരണം അത് അമരമാണ്, നിത്യസത്യത്തിൻ്റെ എന്തോ ആയിട്ട് അത് നിലനിൽക്കും എന്ന് പറയുന്ന മൂപ്പര് വിശദീകരിക്കുന്നുണ്ട്. ഈ സീതാവൂദ് മൗദൂദിയുടെ ആശയമാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഇന്ത്യൻ ജനാധിപത്യം ആകട്ടെ പാശ്ചാത്യൻ ജനാധിപത്യമാകട്ടെ ഇവരങ്ങനെ ഒരു കളിയിലേക്കും ഞങ്ങൾ പറഞ്ഞത് മൗദൂദി പറഞ്ഞത് എഴുതിയതൊക്കെ പാശ്ചാത്യൻ ജനാധിപത്യത്തിനെതിരാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരല്ല ഇത് എന്നാണ് പറഞ്ഞത്. മൗദൂദിൻ്റെ വീക്ഷണത്തിൽ അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യം, പാശ്ചാത്യൻ ജനാധിപത്യം, വേറെ കൊളോണിസം അല്ലെങ്കിൽ സെക്യുലറിസം, ഹ്യൂമനിസം ഇതൊന്നുമില്ല. ഇസ്ലാമല്ലാത്ത ശരീഅത്ത് അനുസരിച്ചിട്ട് നിയമനിർമ്മാണം നടത്താത്ത സാമൂഹിക വ്യവസ്ഥകൾ മനുഷ്യനെ പറഞ്ഞത് ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. ആണ് പടച്ചോന് വേണ്ടി ഭരണം പിടിക്കാം. അതാണ് അദ്ദേഹത്തിന്റെ തിയറി എന്നതാണ്. ആ തിയറി തിരുത്താതെ വേറെ എന്ത് പെയിന്റ് അടിച്ചിട്ടും കാര്യമില്ല.